പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 22-23 വചനങ്ങൾ നമുക്കൊന്ന് ധ്യാനിക്കാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയല്ലോ, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും അവന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് നോക്കിക്കേ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നു: കർത്താവിന്റെ കരുണ തീർന്നു പോകുന്നതല്ല, അവിടുത്തെ ദയ ഓരോ ദിവസവും പുതിയതായി നമ്മുടെ മേൽ പകരപ്പെടുന്നതാ. അവിടുത്തെ വിശ്വസ്തത അത് ഭയങ്കരമാ, വലിയതാ. അതിന് തുല്യം ചൊല്ലുവാൻ മറ്റൊന്നുമില്ല. ഒരിക്കലും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരത്തില്ല. പ്രൈസ് ഗോഡ്. ഈ വചനം ഏറ്റെടുത്ത് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈ വചനം എൻ്റെ ജീവിതത്തിൽ അതുപോലെ നിറവേറുന്നതിനായി നന്ദി അപ്പ എന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, കുറ്റബോധം മൂലം ഉറങ്ങുവാൻ പോലും കഴിയാതെ മാനസിക നില പോലും തെറ്റി ഭാരപ്പെടുന്ന നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ തൊടപ്പെടും. പഴയത് മറക്കുമാറ്, ജീവിതത്തിൽ വന്ന കുറവുകൾ മറക്കുമാറ് കർത്താവ് നിങ്ങളെ പുതിയ വ്യക്തിത്വങ്ങളാക്കി തീർക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് നിങ്ങളോട് ക്ഷമിക്കും. ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നുവെങ്കിൽ ഏത് കുറവിനെയും, ഏത് അകൃത്യത്തെയും, ഏത് പാപത്തെയും അപ്പ ക്ഷമിച്ച് സമുദ്രത്തിന്റെ ആഴത്തിൽ എറിഞ്ഞു കളയും. അതൊരിക്കലും തിരിഞ്ഞു വന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കത്തില്ല. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ, ഒന്ന് ധൈര്യപ്പെട്ടേ. നിങ്ങൾ തകർന്നു പോകേണ്ടുന്ന ഒരു വ്യക്തിത്വമല്ല, പകരം ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. കുറ്റബോധത്തിന്റെ അടിമയായി ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു വ്യക്തിയല്ല. മരിച്ചു കളഞ്ഞാലോ, ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിക്കുന്നില്ലേ? അരുത്, അരുത്. നിങ്ങളുടെ പ്രാണൻ ഏറ്റവും വിലപ്പെട്ടതാ. അതിന് നിത്യതയിൽ അവകാശമുണ്ട്. ആയതിനാൽ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന മാനസിക വ്യത അത് അപ്പായുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുക. അപ്പായുടെ ദയ അത് പുതിയതാ. ഇന്ന് പുതിയതായി കർത്താവ് തന്റെ ദയ നിങ്ങളുടെ മേൽ പകരുകയാ. അവിടുത്തെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരത്തില്ല. എന്ത് ഭാരമാണെങ്കിലും കർത്താവിന്റെ കരം ഇന്ന് നിങ്ങൾക്കായി പ്രവർത്തിക്കും. ചില വേദനകൾ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകട്ടെ. നിങ്ങൾ മുടിഞ്ഞു പോകത്തില്ല, തകർന്നു പോകത്തില്ല എന്ന് ഉറയ്ക്കുക. വിശ്വസ്തനായ ദൈവ സാന്നിധ്യം കൂടെയുള്ളത് തിരിച്ചറിയുക. ആ ബോധ്യത്തോടെ മുന്നോട്ടു പോകാം. പരിശുദ്ധാത്മാവ ഇന്ന് നിങ്ങളോട് സംസാരിച്ചത് എന്ന് ഉത്തമ ബോധ്യമുണ്ടല്ലോ. അതെ, പരിശുദ്ധാത്മാവ് തന്നെയാ. നിങ്ങളുടെ പ്രാണന്റെ മേൽ സ്വർഗത്തിന് അവകാശമുണ്ട്. അത് നഷ്ടപ്പെടുത്തി കളയുവാൻ അപ്പ അനുവദിക്കത്തില്ല. നിങ്ങൾ ഏറെ വിലപ്പെട്ട വ്യക്തിത്വമാ. ഏത് സ്വഭാവത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നവനെയാ നിങ്ങൾ സ്നേഹിക്കുന്നത്, സേവിക്കുന്നത്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ പുതിയതാക്കി തീർക്കും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, കുറ്റബോധത്താൽ ഭാരപ്പെടുന്ന ചില വ്യക്തിത്വങ്ങൾ അടിയനോടൊപ്പം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നല്ലോ. അവർ കഴിഞ്ഞ നാളുകളിൽ മുടിഞ്ഞു പോകാതിരുന്നത് ഇന്നും അങ്ങയുടെ സാന്നിധ്യത്തിൽ ആയിരിക്കുന്നത് അങ്ങയുടെ ദയ മൂലമാ, അവിടുത്തെ വറ്റാത്ത കരുണ മൂലമാ, അങ്ങയുടെ ഭംഗമില്ലാത്ത വിശ്വസ്തത മൂലമാ. അവിടുത്തെ പൊന്നു മക്കൾക്കായി അടിയൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഇപ്പോൾ അങ്ങയുടെ പൊന്നു മക്കളുടെ മേൽ പകരണമേ. ഹൃദയങ്ങൾ ധൈര്യപ്പെടട്ടെ. നഷ്ടമായ ഉറക്കം മടക്കി ലഭിക്കട്ടെ. നഷ്ടപ്പെട്ട ആരോഗ്യം എൻ്റെ പ്രിയപ്പെട്ടവർ വീണ്ടെടുക്കട്ടെ. അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹകരമായ രീതിയിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായി മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. കുറ്റബോധത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ചില വ്യക്തിത്വങ്ങളെ ഇപ്പോൾ അങ്ങ് സ്വതന്ത്രമാക്കിയതിനായി സ്തോത്രം. അതുമൂലം സംഭവിച്ച സകല മുറിവുകളുടെ മേലും കർത്താവിന്റെ അഭിഷേക തൈലമൊഴിച്ച് അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി. പഴയത് കഴിഞ്ഞു പോയി, സകലതും പുതുതാക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പൊന്നു മക്കളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തിയതിനായി നന്ദി. ഹല്ലേലൂയ. ഞങ്ങൾ റോസഫ് ഷാരൻ കുടുംബം ഒരുമിച്ച്
പരസ്പരം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളെല്ലാം ഒരു അനുഗ്രഹമാണ്. ഞങ്ങൾ പരസ്പരം ഒരു അനുഗ്രഹമാകട്ടെ. വേദനിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു വലിയ ആന്തരിക സൗഖ്യം ഹൃദയങ്ങളിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. നന്ദി പപ്പ, നന്ദി നന്ദി. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. മഹത്വ അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ ഇന്റർസെസറി പ്രെയർ ഭയങ്കര അനുഗ്രഹമായി കടന്നു പോകുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും അസാധാരണമായ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിച്ചു. നമ്മളുടെ സൂം കപ്പാസിറ്റി കുറവാ. 100 പാർട്ടിസിപ്പൻസിനെ അക്കോമഡേറ്റ് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. ഇന്നലെ അത് ഓവർഫ്ലോ ചെയ്തു. ഒത്തിരി പേര് ക്യൂവിലായിരുന്നു. നിങ്ങൾക്ക് കയറുവാൻ സാധിച്ചില്ല എന്ന് എനിക്ക് മെസ്സേജ് വന്നു. ക്ഷമിക്കണം. ഇന്ന് നമ്മൾ സൂമിലും കാണും, അതുപോലെ റോസ് ഓഫ് ഷാരോൺ യൂട്യൂബ് ലൈവിലും നമ്മൾ ഇന്റർസെസറി പ്രെയർ കാണും. ഇൻ കേസ് നിങ്ങൾക്ക് സൂമിൽ കിട്ടിയില്ലെങ്കിൽ യൂട്യൂബിലേക്ക് സ്വിച്ച് ചെയ്യണം. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് ഇടിവിൽ നിൽക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത് ഒരു പ്രാർത്ഥനാ ജീവിതമാണ്. ആത്മഭാരത്തോടെ ദേശങ്ങൾക്കായി കരയുന്ന വ്യക്തികൾക്കായി കർത്താവ് കൊതിക്കുന്നു. അതെ, നമുക്ക് ഒരുമിച്ച് ഇടിവിൽ നിൽക്കാം. നമ്മൾ ഒരുമിച്ച് നിന്നാൽ, ആത്മാവിൽ ഒരുമിച്ച് കൈകോർത്താൽ ദേശങ്ങൾ വിടുവിക്കപ്പെടും, രാജ്യങ്ങളിൽ ഉണർവ് വ്യാപരിക്കും, തലമുറകൾ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടും. ഒരു വലിയ ഉണർവ് നമ്മുടെ സ്വന്തം കണ്ണാൽ ഈ ദിവസങ്ങളിൽ കാണും. എൻ്റെ പ്രിയരെല്ലാം കർത്താവ് ബ്ലസ് ചെയ്യട്ടെ. മറക്കണ്ട, സൂമിൽ ആദ്യം വരുന്നവർക്ക് സൂമിൽ അറ്റൻഡ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ ലേറ്റായി സൂമിൽ കയറുവാൻ സാധിക്കുന്നില്ലെങ്കിൽ യൂട്യൂബ് ലൈവിലേക്ക് സ്വിച്ച് ചെയ്യണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലവ് യു.